ബോഡി ലാംഗ്വേജ് ത്രൂ മൈൻഡ് റീഡ് ചെയ്യാനുള്ള 2 വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ ബോഡി ലാംഗ്വേജ് ത്രൂ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനിയിപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊന്നും ആ പെൺകുട്ടി കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ചതിക്കാത്ത ചന്തൂല് വിനായകൻ പറയുന്ന കണക്കെ ഒരാൾ ജനിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി, അതിൻ്റെ പകുതി സമയം മതി ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റ്. ഇതിൽ ആദ്യത്തെ ബോഡി ലാംഗ്വേജ് ടിപ്പ്, ഇപ്പം അവർ നിങ്ങളെ ആക്സിഡൻ്റലി ടച്ച് ചെയ്യാൻ നോക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് ഓടുന്നു നിങ്ങൾ മനസ്സിലേക്ക് തല്ലൂലേ, അതുപോലെ തന്നെ തമാശയ്ക്ക് അതുപോലെ അവർ ആക്സിഡൻ്റ് ആയിട്ട് നിങ്ങളെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലെങ്കിൽ ടച്ച് ചെയ്യും. അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, അവർ നിങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ബോഡി ലാംഗ്വേജിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നിങ്ങൾ ചെയ്യുന്നത് പോലെ മിറർ ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ കാണിച്ചാലും അതേപോലെ അവർ അത് റിപ്പീറ്റ് ചെയ്യും. അതിനിപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ എന്താ പറയുന്നത് അതുപോലെ അവർ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ്, നിങ്ങൾ എന്താണോ പറയുന്നത് അത് അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കും. ഇനി നിങ്ങൾ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാലും അതിന് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കും. ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ വലിയ മൈൻഡാക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പം നിങ്ങൾ പൊട്ട കോമഡി പറഞ്ഞാലും അവർ ഭയങ്കരമായിട്ട് ചിരിക്കും. അവർ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തത് എന്താണ്, വേറെ പുതിയതായിട്ട് ഇനി എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വർക്കാണോ നോക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിനെ കുറിച്ച് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന്. ഉള്ളിലർത്ഥമുണ്ട്. ശരിക്കും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. വേറൊരു പോയിന്റ്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ മുടിയിൽ ഇങ്ങനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ മുടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ബോഡി ലാംഗ്വേജ് ടിപ്പ് ബോയ്സും ചെയ്യുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇരിക്കുന്ന ടൈമിൽ മുടി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. നോക്കിയാൽ മനസ്സിലാവും. അടുത്തത്, അവർ സംസാരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ബ്ലഷ് ചെയ്യും. നാച്ചുറൽ ബ്ലഷാണ്. പിന്നെ സംസാരിക്കുമ്പോൾ മുന്നോട്ടാങ്ങിരുന്ന് സംസാരിക്കും. താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പുറകോട്ടാങ്ങിരുന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ലവേഴ്സൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ, അവരിങ്ങനെ മുന്നോട്ടാങ്ങിരുന്ന് രണ്ടുപേരും മുന്നോട്ടാങ്ങിരുന്നിട്ടില്ലേ സംസാരിക്കാറ്. പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ ഉള്ളം കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കും. വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കലല്ല, അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഉള്ളം കൈ നിങ്ങൾക്ക് നേരെ കാണിക്കുന്നത് പോലെ പിടിക്കും. ആ ഒരു ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോട് ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, ഇൻറ്റിമസി ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ് ഈ കൈയിൻ്റെ ഉള്ളം കൈ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്ന ടൈമിൽ അവരെന്തെങ്കിലും കോമഡി പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പം ഇവർ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നായിരിക്കും. ബാക്കിയുള്ളവരെക്കാളും മുന്നേ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് ഇവർ വേറെ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ടൈമിൽ അവർക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവരോടാണ് സംസാരിക്കുന്നതെങ്കിലും ചുറ്റും നോക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നായിരിക്കും കണ്ണിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ബോഡി ലാംഗ്വേജ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കയ്യിൽ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പം എന്തെങ്കിലും ചാവി ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കാം. അതിങ്ങനെ പിടിച്ചിട്ട് അതിനിങ്ങനെ എന്താ പറയുക, തലോടിക്കൊണ്ടിരിക്കൂലേ. അങ്ങനെ തലോടിക്കൊണ്ടിരുന്നാലേ അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ടെന്നാണ് മീനിങ് വരുന്നത്. ഇനി നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നല്ല ഓർമ്മയുണ്ടാവും. നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും അവർ മറക്കൂല, എല്ലാം ഓർമ്മയുണ്ടാവും നിങ്ങളെക്കുറിച്ച്. അടുത്തൊരു ബോഡി ലാംഗ്വേജ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പം എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ അവർ കാണാൻ എങ്ങനെ കൊള്ളാവോ അല്ലെങ്കിൽ മോശമാണോ എന്നൊക്കെ നിങ്ങളോട് അവർ അഭിപ്രായം ചോദിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ടാണ് ഉള്ളതെങ്കിൽ അവരുടെ ഹാൻഡ് ബാഗ് നിങ്ങളുടെ അടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൂചനയാണ്. കാരണം അവരങ്ങനെ ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും കാര്യത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നിങ്ങളുടെ അടുത്ത് അവർ വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ ഒന്നുകിൽ നിങ്ങളോട് ഐ കോണ്ടാക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണും ചുണ്ടും അവർ മാറി മാറി നോക്കും. അതും ഒരു അട്രാക്ഷൻ്റെ സൂചനയാണ്. പിന്നെ ഇരിക്കുന്ന ടൈമിൽ ഒരു കാല് മടക്കിയിട്ട് മറ്റേ കാൽമുട്ടിൻ്റെ ഇടയിൽ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ
അവർ നിങ്ങളുടെ അടുത്ത് കംഫർട്ടബിൾ ആണ്, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് കാലും ചെരുപ്പും അല്ലെങ്കിൽ ഷൂവും ഈ ഒരു രീതിയിലാണ് അവർ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ കംഫർട്ടബിൾ ആണ് എന്നാണ് അർത്ഥം. ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അസൂയ. മറ്റുള്ള ഗേൾസിനോട് സംസാരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടില്ല. ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങളോട് എപ്പോഴും അടിയാക്കും അതിനെ പറ്റിയിട്ട് പറഞ്ഞതുകൊണ്ട്. ഇത് പിന്നെ സ്ഥിരം ഗേൾസിൻ്റെ സ്വഭാവമായതുകൊണ്ട് നിങ്ങൾക്കറിയായിരിക്കും. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഡിസ്റ്റൻസിലായിരിക്കില്ല നമ്മൾ ലവേഴ്സിനോട് സംസാരിക്കുന്നത്. അതിനെ 5 സോൺസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് പറയാനുള്ളത്. ഇനി ബോഡി ലാംഗ്വേജൊക്കെ നോക്കി ഓരോരുത്തരെ മനസ്സിലാക്കുന്നത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒബ്സർവ് ചെയ്താൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.